കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയോട് പറയും, അവന് രാത്രി ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ടതാണ് കേട്ടോ ഇഷ്ടം, അവന് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ഇഷ്ടം, അവന് രാവിലെ അവന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തേച്ച് കിടക്കുന്നത് കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. അവന്റെ ഇഷ്ടങ്ങളൊക്കെ അവൾ പഠിപ്പിക്കും. 23 കൊല്ലം ഈ പെൺകുട്ടിക്ക് കുറെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു. എന്തേ അതൊക്കെ കാണാണോ? അവളുടെ ഇഷ്ടങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട് അല്ലേ? ഒരു വീട്ടിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ എന്താ പറയാ, ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളാണെന്ന്. ഒരു വീട്ടിൽ എത്തിയാലോ എന്നിട്ട് വന്നു കയറിയവളാണെന്ന് പറയും. അവളുടെ ഇടം പോലെ അവൾക്ക് അനുവദിച്ചു കൊടുക്കും. അവർക്ക് വല്ല സമാധാനം ഉണ്ടോ? കുട്ടിക്ക് വല്ല സമാധാനം ഉണ്ടോ? രണ്ടാമത് സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. ട്രെയിനിങ് വർക്ക്ഷോപ്പ് അല്ല, ഒരു കോഴ്സ് ആയിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ആ കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ സഹപാഠിയായിട്ട്. അദ്ദേഹം ഞങ്ങള് കോഴ്സ് തുടങ്ങുന്ന ആ സമയത്ത് ആ കോഴ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ വന്നത് എന്റെ കുട്ടിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, എന്റെ മകനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാധാരണ എല്ലാ കൗൺസിലിങ്ങിനും ആളുകൾ വരുന്നത് വേറെ ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന്, എന്റെ മകന് അടിയന്തരമായ ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന്. എനിക്ക് അതൊന്നും ആവശ്യമില്ല. ആ മകനോടും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മകന് മാത്രമല്ല കൗൺസിലിംഗ് ആവശ്യമുള്ളത് എന്ന് ആ മകന്റെ വാക്കിൽ നിന്ന് സമീപത്ത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹം ആ കോഴ്സ് എടുക്കാൻ തന്നെ കാരണം മകനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കോഴ്സ് തീരെയാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന ദിവസം ഓരോരുത്തർ അനുഭവം പറയാണ്. അദ്ദേഹം അനുഭവം പറഞ്ഞു, 15 വയസ്സായ മകനെ ആ മകന്റെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കണം. അതാണ് ഒരാളെ മനസ്സിലാക്കുന്നത്. 15 വയസ്സായ മകളെ ആ മകളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം. മുഖത്തൊരു കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാൽ, 2 തലമുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ, 50 വയസ്സായ ഒരു വാപ്പയ്ക്ക് 45 വയസ്സായ ഉമ്മയ്ക്ക് അതൊരു വിഷയം തന്നെ ആകൂല. കുട്ടിക്ക് അങ്ങനെയുള്ളത്. അവനൊരു മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാലും മുഖത്തൊരു കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാൽ അവന്റെ ലോകത്തു നിന്ന് അതിനെ കാണാൻ ശ്രമിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണോ നീ കരയുന്നത് എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കാനുള്ള കാരണം അവന്റെ കണ്ണുകൊണ്ട് അവന്റെ വിഷയങ്ങളൊന്നും കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. സാധാരണ പറയാറുണ്ടല്ലോ, രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖം തന്നെയാണുള്ളത്. നിന്റെ പൊട്ടിപ്പോയ കാറിന്റെ ടയർ ആലോചിച്ചിട്ടാണോ നീ കരയുന്നത് എന്നൊക്കെ നമ്മൾ ആ കുട്ടിയോട് ചോദിക്കാനുള്ള കാരണം എന്താണ്? അവന്റെ കണ്ണുകൊണ്ട് അവനെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ മുന്നിലുള്ള മനുഷ്യൻ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇംഗ്ലീഷിൽ വായിച്ചൊരു ഷോർട്ട് സ്റ്റോറി ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. ഒരു ഭർത്താവ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതി കൂടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു മരുന്നിന്റെ ഡെപ്പി അവിടെ ഇങ്ങനെ തുറന്നു കിടക്കുന്നതുണ്ട്. അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ അടപ്പ് കാണുന്നില്ല, നീ ഇത് പെട്ടെന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ മോനതെടുത്തിട്ട് കുടിക്കണം. മോനതിലൂടെ ഇങ്ങനെ എഴുതി നടക്കുന്നുണ്ട്. അപ്പൊ അവൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അടച്ചു വെച്ചോളാം, നിങ്ങൾ പോയിക്കോളും, സമയം ഒരുപാട് വൈകിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ കുട്ടിക്ക് ഉമ്മ കൊടുത്ത് അവളുടെ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. ആ പാവ ഉമ്മ അടുക്കളയിൽ ജോലിക്കരുതെന്ന് പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ ആലോചിച്ചത്, കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഓടിച്ചെന്ന് നോക്കിയപ്പോ കുട്ടി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. കുട്ടി ആ മരുന്നെടുത്ത് കുടിച്ചിട്ടുണ്ട്. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആളുകളെല്ലാം ഓടിക്കൂടുന്നു. ആ അച്ഛൻ ഓഫീസിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഓടി വരുന്നു. നേരെ ഐസിയുവിലേക്ക് കയറി പോകുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കുട്ടിയുടെ മയ്യത്തുണ്ട്. കുട്ടി മനുഷ്യൻ. ഓഫീസിലേക്ക് പോകുമ്പോ ഇങ്ങനെ ചുംബനങ്ങൾ കൊടുത്ത കുഞ്ഞാണ്, പിഞ്ചോമനയാണ്, കുട്ടി മനുഷ്യൻ. ആ ഉമ്മ ഇതുവരെയും കരഞ്ഞിട്ടില്ല. ആ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഇതുവരെയും കരഞ്ഞിട്ടില്ല. അവളിങ്ങനെ തലതാഴ്ത്തിയിരിക്കുകയാണ്, നിർവികാരയായി ഇരിക്കുകയാണ്. എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണല്ലോ എന്നുള്ള ബേജാറ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ആ മയ്യത്തും കൊണ്ട് അവളുടെ അടുത്ത് ഇരിക്കണമെന്ന് തലതാഴ്ത്തിയിരിക്കുന്ന അവളുടെ മുഖം പിടിച്ചിങ്ങനെ നിർത്തി. എന്നിട്ട് അവളുടെ ഒരൊറ്റ വാക്കാണ്. ആ വാക്കോടെ കൂടി കഥ അവസാനിച്ചു. ഞാൻ പറഞ്ഞറിയാം, സ്റ്റിൽ ഐ ആം ലവിങ് യു. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് അപ്പം അതിനർത്ഥം. അപ്പോൾ കരഞ്ഞു. ആ ആശുപത്രിയിലെ സകല മനുഷ്യന്മാരും കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ കരഞ്ഞു. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
ഒരു മനുഷ്യന്റെ മറവിയെയും അശ്രദ്ധയെയും ഒക്കെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാണ്. ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോടുകൂടി സ്നേഹിക്കണം എന്ന് പറഞ്ഞില്ല. ചെറിയ വാക്കാണത്. കുഞ്ഞിനി മാഷ് പറയും കൂടെ പൊറുക്കണം അല്ലെ. ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ആ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കുക. അഹമ്മദ് ബുഖാത്തിർ എന്ന് പറഞ്ഞ ഒരു അറബി പാട്ടുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു പാട്ടുണ്ട്, സൗജത്തി എന്നാണ് ആ ആൽബം സോങ്ങിന്റെ പേര്, മൈ വൈഫ്. അതിലൊരു വാക്കാണ് ഐ ലവ് യു ആസ് യു ആർ. നീ എങ്ങനെയാണോ എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ അങ്ങനെ നിന്നെ സ്നേഹിക്കുന്നു. അത് മതിയാകും മനുഷ്യൻ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കും, പണ്ടുള്ള നമ്മുടെ വല്യപ്പന്മാരെ കുറിച്ച് ആലോചിച്ചു. എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ വല്യപ്പാനെ കുറിച്ചൊക്കെ വല്യമ്മ പറഞ്ഞത് ചെറിയ കുട്ടിനെ പോലെ ഞാൻ കരയുന്നതാണ്. എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം? സ്നേഹം മാത്രമേ. സ്നേഹിക്കാൻ പോലും ഒരു സമയം കിട്ടുന്നൊന്നും ഉണ്ടാവില്ല. ധാരാളം മക്കളുണ്ടാവും, സൗകര്യങ്ങൾ കുറവ്, ഒരുമിച്ചൊന്ന് ഇരിക്കാനുള്ള അവസരങ്ങൾ കുറവ്, ധാരാളം ആളുകളുള്ള വീടുകള്. കൂട്ടുകുടുംബങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വലിയ മഹത്വം പറയുമെങ്കിലും അവിടെ ജീവിക്കുന്നവർക്ക് അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെതായ പ്രയാസങ്ങൾ ധാരാളം അവർക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവരൊക്കെ എത്ര മനോഹരമായാണ് ജീവിതത്തിന്റെ പുഴ കടന്ന് അക്കരെത്തിയത് എന്ന് ആലോചിച്ച് നോക്കുന്നത്. സന്ധ്യയാകുമ്പോൾ മൂപ്പറിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ടാവും, എന്റെ ഐഷു ഒക്കെ മനസ്സിലാവും കേട്ടോ നിന്നെ, നീ കരയരുത് കേട്ടോ, എനിക്ക് നിന്നെ മനസ്സിലാവും. എനിക്ക് നിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ചെറിയ വാക്കൊന്നുമല്ല. ആർക്കും നിന്നെ മനസ്സിലാക്കിയില്ല, എനിക്ക് നിന്നെ മനസ്സിലാവും. നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മളെ മനസ്സിലാക്കുന്നു, വേറെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടും കാര്യമില്ല അല്ലെ. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ ഛായാമുഖി എന്ന് പറഞ്ഞൊരു കണ്ണാടിയുടെ കഥയുണ്ട്. ഇത് സങ്കല്പമാണ് കേട്ടോ. ഛായാമുഖി എന്ന് പറഞ്ഞൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ കണ്ണാടിയിൽ നോക്കിയാൽ എന്റെ മുഖം കാണില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ മുഖമാണ് കാണുന്നത്. എന്റെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ള കടുത്ത സ്നേഹം ആരോടാണോ അയാളുടെ മുഖം തെളിയുന്ന ഒരു കണ്ണാടിയാണ്, ഒരു മിത്താണ്. ഈ ഛായാമുഖി എന്ന ആളാണ് ഈ കണ്ണാടി ആദ്യമായി ഹിഡുംബി എന്ന സ്ത്രീക്ക് കൊടുക്കുന്നത്. ഹിഡുംബി കണ്ണാടിയിലേക്ക് നോക്കി അവൾക്ക് വളരെ സന്തോഷമായി. കാരണം അവളുടെ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ ഉള്ളിൽ പ്രണയിക്കുന്ന ആളുടെ മുഖമാണ് കണ്ണാടിയിൽ തെളിഞ്ഞത്, ഭീമൻ. അവളാ കണ്ണാടി കൊണ്ട് ഭീമന്റെ അടുത്തേക്ക് ഓടി. ഭീമനോട് പറഞ്ഞു, കണ്ണാടിയിൽ നോക്കി ഒരു അത്ഭുതം കാണാം. ഭീമൻ കണ്ണാടി നോക്കി. ഭീമൻ സംഗതി എന്ന് അറിയില്ലല്ലോ. പക്ഷേ തന്റെ മുഖം തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഹിഡുംബിയുടെ മുഖം സങ്കടം കൊണ്ട് നടന്നു, പൊട്ടിക്കരഞ്ഞു. കാരണം അതിൽ തെളിഞ്ഞത് ഹിഡുംബിയുടെ മുഖമായിരുന്നില്ല, ദ്രൗപദിയുടെ മുഖമായിരുന്നു. ഭീമൻ ഈ കണ്ണാടിയും കൊണ്ട് ദ്രൗപദിയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് ദ്രൗപദിയുടെ മുഖം കണ്ണാടിയിൽ നോക്കാൻ പറഞ്ഞു. ദ്രൗപദി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് അർജുനന്റെ മുഖമായിരുന്നു. അർജുനൻ കണ്ണാടി നോക്കിയപ്പോ കണ്ടത് സുഭദ്രയുടെ മുഖം. എന്നാൽ ഈ സ്നേഹദാരിദ്ര്യം എന്ന് പറയും. നമ്മൾ ഒരു നാട്ടിലേക്ക് എത്തിയിട്ടെ അവിടെ നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എരിപുരി കൊണ്ടുവന്ന വിശപ്പുള്ള സമയത്ത് നല്ല ഭക്ഷണം ഒന്നും കിട്ടാനില്ലാത്തൊരു നാട്ടിലെത്തിയാൽ നമ്മൾ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം കിട്ടുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അല്ലെ. നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നത് പോലെ നല്ല സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ കിട്ടുന്ന സ്നേഹം ആസ്വദിക്കുന്നു. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. തെറ്റിയൊഴുകുന്ന ഒരു പുഴ പോലെയാണ് തെറ്റിയൊഴുകുന്ന ബന്ധങ്ങൾ. അല്ലാഹുവേ, പ്രണയമില്ലാത്ത വിവാഹത്തിൽ നിന്നും വിവാഹമല്ലാത്ത പ്രണയത്തിൽ നിന്നും നീ എന്നെ കാത്തിരക്ഷിക്കണേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രണയമില്ലാത്ത വിവാഹവും വിവാഹമല്ലാത്ത പ്രണയവും ഒരുപോലെ തന്നെ മനുഷ്യന് നിരാശ മാത്രമേ അവസാനം കൊടുക്കൂ, സന്തോഷങ്ങളൊന്നും അവസാനം കിട്ടില്ല. പറഞ്ഞു വന്നത് ഇത്രയുമാണ്. മനുഷ്യന് ആ മനുഷ്യന്റെ അവസ്ഥകളിൽ നിന്നും മനുഷ്യന്റേതായ സ്വഭാവ വ്യത്യാസങ്ങളിൽ നിന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെയും ഉപാധികളില്ലാതെ സ്നേഹിക്കാവുന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സിൽ വികസിക്കലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനം കാത്തിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്റെ. ആ അർത്ഥത്തിൽ മനുഷ്യരെ നിരാശരാകാതെ മനുഷ്യൻ നമ്മുടെ സ്നേഹം നൽകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടത്, വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട.
ഏതൊരു ബന്ധത്തിലും നമ്മൾ ഓർമ്മിച്ചു വെക്കുന്നത് എന്തായിരുന്നു? ചെറിയ ചെറിയ കാര്യങ്ങളെ. നമ്മളൊരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് അയാൾ 1 ലക്ഷം രൂപ തിരിച്ചു തന്നു, നമ്മളത് ഓർമ്മിക്കില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് ഞാൻ മുമ്പ് നിങ്ങൾക്ക് 1 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നാലോ, അത് നമ്മൾ മറക്കില്ല. 1 ലക്ഷം നമ്മൾ മറന്നു, 1 രൂപ നമ്മൾ ഓർമ്മിച്ചു. ഏതൊരു ബന്ധം അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനുഷ്യന്മാർക്ക്. ഭർത്താവ് അപകടത്തിൽ മരിച്ചുപോയൊരു സ്ത്രീ നമ്മുടെ അടുത്ത് വന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവര് ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. അവർ അദ്ദേഹം മരിച്ച ദിവസം എങ്ങനെയാണോ അവർ കരഞ്ഞത് അതുപോലെ ഇപ്പോഴും കരയുന്നു. എന്നിട്ട് അവരാ അനുഭവങ്ങൾ ഇങ്ങനെ പറയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കരയണത് എന്ന് അവർ പറയുമ്പോൾ മനസ്സിലാവും അത്രയധികം ആ മനുഷ്യൻ ആ സ്നേഹം അർഹിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധനായ കച്ചവടക്കാരനോ മറ്റോ ആണ് അദ്ദേഹം. എന്നിട്ട് ആ തിരക്കിനൊക്കെ ഇടയിലും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. അതിന് അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ല. എത്ര വലിയ ഫോൺ വന്നാലും അദ്ദേഹം എടുക്കൂല. പിന്നെ ആരെങ്കിലും വിളിച്ച് ചൂടായാലും അദ്ദേഹം പറയും ഞാൻ എന്റെ കുട്ടികളെയും ഭാര്യയുടെയും കൂടെ ഇറങ്ങും. അപ്പൊ എന്റെ ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല, ചൂടായിട്ടും കാര്യമില്ല, ഞാൻ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അവസാനം ഓരോ ഉണ്ടാവും. തിരക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. പ്രശസ്തനായിരിക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വസ്തനായിരിക്കുന്നതാണ്. പ്രശസ്തനായിരിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും വിശ്വസ്തനായിരിക്കുന്നതാണ്. ആ സ്ത്രീ പറയാണ് ഭർത്താവിനെ കുറിച്ച്. അദ്ദേഹം അത്രയേറെ തിരക്കുള്ള ആളായിരുന്നിട്ടും അടുക്കളയിൽ പോലും അവരെ സഹായിക്കും, കറിക്ക് അരിഞ്ഞു കൊടുക്കും, ഓരോ ചെറിയ ചെറിയ ജോലികൾ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ വല്ലാതെ പൊട്ടിക്കഴിഞ്ഞു പോയത്. സാറേ നിങ്ങൾക്കറിയോ എന്റെ നഖം മുറിച്ച് എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിക്കാറ്. ആ വാക്ക് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല. ഈ നഖമൊന്ന് മുറിച്ചുകൂടെ നിൽക്കുന്നു വേണമെങ്കിൽ പറയാം. കട്ടെടുത്തിട്ടേ അത് മുറിച്ചെടുക്കുക ചെയ്യും അല്ലേ? ഏതാ മനുഷ്യൻ ഓർമ്മിച്ച് വെക്കുക? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ തിരക്കൊന്നും എന്തായാലും ഈ പറയുന്ന ആൾക്ക് എന്തായാലും നിനക്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് തീരുന്നതുമാണ് നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടോ. ഒരു ചെറിയ യാത്ര പോയാൽ തീരുന്ന പ്രശ്നമാണ് അവരുടെ. ഒരു കട്ടൻ ചായ കിട്ടിയാൽ തീരുന്ന പ്രശ്നമാണ് നമ്മുടെ. അത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞു. വിവാഹ ജീവിതത്തില് 3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് തോന്നാറുണ്ട്. ഒന്ന് ഒരു ഹണിമൂൺ പീരീഡ് ആണ്. ഹണിമൂൺ പീരീഡിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. പരസ്പരം പ്രീതിപ്പെടുത്താനും പരസ്പരം സ്വാധീനിക്കുവാനും പരസ്പരം സന്തോഷിപ്പിക്കുവാനും പരസ്പരം സന്തോഷങ്ങൾ കാണാനും ഇത് മാത്രമേ ആ കാലത്ത് ഉണ്ടാവൂ. വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. ആ കാലം കഴിഞ്ഞ ഉടനെയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. ഏതൊരു വിവാഹിതരും രഹിമുണ്ടെങ്കിൽ അല്ലെ, അതേതാണ്? അതൊരു സ്ട്രഗിളിംഗ് പീരീഡാണ്. ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇയാളുടെ തനി സ്വഭാവം കാണാറുള്ളത്. ഇയാൾ ദേഷ്യപ്പെടുന്നത്, ഇയാളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങള്, ഇയാളുടെ കുഞ്ഞു കുഞ്ഞു സ്വകാര്യതകള്, ദുശീലങ്ങള് ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ ഇങ്ങനെ പരസ്പരം കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോഴാണ് ഈ സ്ട്രഗിളിംഗ് പീരീഡ് തുടങ്ങുന്നത്. പലപ്പോഴും ഈ ഹണിമൂൺ പീരീഡിലാണ് പെൺകുട്ടികൾ പലപ്പോഴും പഠനത്തെ നിർത്തുക. ഒരാവേശത്തിന് ഇനി പഠനം വേണ്ട, ഒന്നും വേണ്ട. ചില പുരുഷന്മാരാണെങ്കിൽ ഗൾഫിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അനുഭവം ഉണ്ടോ നിങ്ങൾക്ക്? അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവം ഉണ്ട്. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. ഹണിമൂൺ പീരീഡിൽ അവർ വിചാരിച്ചു ഇതന്നെയാണ് ജീവിതം, അതൊന്നുമല്ല ജീവിതം. സ്ട്രഗിളിംഗ് കഴിഞ്ഞിട്ടുണ്ട് ജീവിതം, അതാണ് ജീവിതം. പല ആളുകളും സ്ട്രഗിളിങ്ങോട് കൂടി പിരിയും, അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുക. ഈ സ്ട്രഗിളിംഗ് എന്നൊരു പീരീഡ് ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. പരസ്പരം ഒത്തുപോവുക, ഒരുമിച്ച് ജീവിക്കുക. 2 കൾച്ചറിൽ നിന്ന് വന്ന മനുഷ്യന്മാര്, 2 കുടുംബത്തിൽ നിന്ന് വന്ന മനുഷ്യന്മാര്, 2 സാഹചര്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യര്, പലതരം കൂട്ടുകാരുടെ സ്വാധീനങ്ങള്, കാഴ്ചകള്, കുടുംബത്തിലെ തന്നെ പല ദമ്പതികളിലും കണ്ട നല്ല കാഴ്ചകളൊക്കെ ഇവിടെ പ്രതീക്ഷിച്ച ആളുകൾ അതൊക്കെ ഉണ്ടാവും. എന്റെ വാപ്പനെ പോലെയാണോ, എന്റെ ഉമ്മനെ പോലെയാണോ, എന്റെ അക്കാങ്ങനെ പോലെ ആയിക്കൂടെ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും. എന്റെ പെങ്ങളെ പോലെ ആയിക്കൂടെ നിനക്കെന്ന് ചോദിക്കും. ഇതൊന്നും നടക്കില്ല. അയാൾക്ക് അയാളെ പോലെ ആകാനേ പറ്റുള്ളൂ. ഇതാണ് സ്ട്രഗിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സ്ട്രഗിളിംഗ് പീരീഡ് കൂടി ഒരാൾക്ക് അതിജീവിക്കാൻ പറ്റിയാലുണ്ടല്ലോ, പിന്നുണ്ടാകുന്നൊരു സൗന്ദര്യമുണ്ട് ജീവിതം. ഒരു വല്ലാത്ത ഫ്ലോ ഉണ്ട്. കാരണം അവിടെ അത്രയേറെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു, ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. വളരെ രസകരമായ രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്.
ഈ 3 ഘട്ടങ്ങൾ ഉണ്ട് എന്നൊരാളെ മനസ്സിലാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനവും. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും, അല്ലെ? കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ മനോഹരമാകട്ടെ. ബന്ധങ്ങളാണ് സത്യം. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരെന്നാണ് സത്യം. അവസാനം വരെ നമ്മുടെ കൂടെ അവിടെ ഉണ്ടാവും. വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് തീരില്ല എന്നുള്ളതല്ലോ, അല്ലെ? ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചത്ര നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്, നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതാണെന്ന് ചോദിച്ചു. അല്ല, ഭാര്യ ഭർത്താവിനോട്. ഇദ്ദേഹം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അത് ഇതിൽ വന്നിട്ടില്ല. അവൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഉത്തരമുണ്ട്, അത് സന്തോഷില്ല. ദേഷ്യം വന്നു. ഇവിടെ ചോദിച്ചു, നമ്മുടെ കല്യാണം നടന്നില്ല, ഇപ്പൊ കുട്ടികളുണ്ടായില്ല, ഇതൊന്നുമല്ലേ, പിന്നെ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള വിഷയം? ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഞാനിങ്ങനെ വരും. ഇത് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇങ്ങനെ പുഞ്ചിരിച്ചു വന്നിട്ട് സന്തോഷത്തോടെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാതിലിങ്ങനെ തുറന്നു. ആ കാഴ്ച കാണുക എന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. പക്ഷെ അതേ ഒളിഞ്ഞു പോകുന്ന, തീർന്നു പോകുന്ന ഈ ലോകത്തെ വീടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ കിട്ടുന്നത് സ്വർഗത്തിൽ നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഉമ്മാർക്കും ഉപ്പാർക്കും കിട്ടുന്നത് അവിടെ ഞാൻ വരുമ്പോൾ നീ എനിക്ക് പറഞ്ഞു. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് പ്രകാരം അവിടെ വരെ തുടരുന്നൊരു ബന്ധമാണ്, ഇവിടെ നിന്നൊന്നും അവസാനിക്കില്ല. അത്രമേൽ ഹൃദ്യമായ ഒരു ആത്മബന്ധത്തിന്റെ സുഹൃതത്തിലേക്കാണ് ഓരോ ഇണയിൽ നിന്നും കൂടിച്ചേരുന്നത്. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ എന്ന് ആറ്റൂരിന്റെ ഒരു കവിതയുണ്ട്. അതുപോലെ മനോഹരമാകട്ടെ ബന്ധങ്ങൾ. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ. ആ പ്രണയവും ആനന്ദവും എപ്പോഴാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്നറിയോ? അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശിക്കാനുണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ടൈമിൽ പിന്നെയും കുറെ ഡിവൈഡ് ചെയ്ത് പല സാമൂഹിക പ്രവർത്തനങ്ങളായിട്ടും പല പല കാര്യങ്ങളായിട്ടും പോകുമ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ എങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടി ഭാര്യമാരോടുള്ള പങ്കുവെക്കൽ, സമയത്തിന്റെ ഒരു പങ്കുവെക്കൽ, അവർ കംപ്ലൈന്റ് പറഞ്ഞല്ലോ ഒരു തവണ, അങ്ങനെ ഒരു പങ്കുവെക്കലില് അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? എന്താണെന്നറിയോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനം തന്നെയായിരുന്നു. ഈ മനുഷ്യന് അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ തിരക്കുകളിലേക്കൊന്നും ഓടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മനുഷ്യർക്ക് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. അത് ഏതൊരു മനുഷ്യനും കഴിക്കുന്നത് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, സാന്നിധ്യമാണ്. നമ്മളിങ്ങനെ രണ്ടാളും അടുത്തിരിക്കുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, 10 കാര്യങ്ങൾ പറഞ്ഞ് 8 കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല, ആകെ 2 കാര്യങ്ങളെ കേട്ടിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെയും എന്താ പറഞ്ഞു ഇരിക്കുന്നുണ്ടാവും. കാരണം ഞാനവിടെ ഉണ്ട്, എന്റെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ എന്റെ സാന്നിധ്യം അവിടെ ഇല്ല. ഇംഗ്ലീഷിലെ സാന്നിധ്യത്തിനും സമ്മാനത്തിനും ഒരേ വേർഡാണെന്ന് അറിയാമല്ലേ? എന്താണ് പ്രസംഗം? ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നുണ്ടെങ്കിൽ പ്രസംഗം കൊടുക്കുക എന്നറിയാം. ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് ഒരാൾ പ്രസന്റ് ആവുക എന്ന് പറയാം. അതിന്റെ കാരണത്തിലേ ഉള്ളൂ. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നുള്ളത് സാന്നിധ്യം. നമ്മുടെ മുമ്പ് ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഒന്നുകൂടെ പറയണമെന്ന് തോന്നുന്നു. നമ്മുടെ മോന് 9 വയസ്സായിരുന്നു. ഇവന് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കയറി വരുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് വന്നിട്ട് എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്തെങ്കിലും തിരക്കിട്ട് ജോലിയൊക്കെ ആണെങ്കിൽ അവനോട് പറയും, മോൻ പോയി കിടന്നോ, അപ്പ വരാം പറയും. അവനെന്നെ അറിയാം നമ്മൾ ചെല്ലില്ല. നമ്മൾ ചെല്ലുമ്പോഴേ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ പറയാറേ ഇല്ല. അവൻ എപ്പോഴാണോ വന്നിട്ട് വിളിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ പോകും. കാരണം എന്താ പറയുന്നത്? ഒറ്റ കാര്യം ആലോചിച്ചതാണ്. കുറെ കാലം കഴിഞ്ഞാണ് നമുക്ക് ഈ തിരക്കൊക്കെ തീരും അല്ലെ? ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വടിയും കുത്തി വരുന്ന സമയത്ത് ആ മോനുണ്ടാവും അവിടെ ലാപ്ടോപ്പിന്റെ മുമ്പിലൊക്കെ ഇരിക്കണം. അപ്പൊ അവനോട് വന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്,
മോനെ അപ്പൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് കിടക്കുമോ, കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്കും അപ്പ ഉറങ്ങിക്കോളാം എന്ന് നമ്മൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ അന്ന് നമുക്ക് തരുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇന്ന് നമ്മൾ അവന് കൊടുക്കണം. എന്നാലേ ആ മറുപടി അവൻ അന്ന് തരുള്ളൂ. ഇതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഏത് തിരക്കിനിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. അത്രയേറെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പറ്റിയെങ്കിൽ 2 ഫോണുമാണ്. ഒന്ന് നമ്മുടെ കുടുംബത്തിനാണ്. ഏത് സമയവും അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കും. പ്രായമേറിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങളുടെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ? നിങ്ങളുടെ ചിറക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. കാരുണ്യത്തിന്റെ ഇതൊരു വാക്കാണ്, കവിത പോലെ മനോഹരമാണ്. നിങ്ങളുടെ ചിറക് അവർക്ക് വേണ്ടി ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാല് അവരത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടാൻ പാടില്ല. നമ്മൾ അവർക്ക് അവൈലബിൾ ആകണം എന്നാണ് എന്റെ അർത്ഥം. അതേപോലെ തന്നെയാണ് ഇത്. നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ അർത്ഥത്തിലൊന്നല്ല നമ്മുടെ ബന്ധങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ ഫ്രീ ആവണം. എന്നാൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ മനോഹരമായിരിക്കും. ഉറങ്ങുന്നതിന്റെ അത് ശാസ്ത്രവാദിനെയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കിനെ തന്നെ അത് ബാധിക്കും. ഡീപ്പായ നല്ല ഉറക്ക് പോലും നമുക്ക് കിട്ടില്ല, ഡീപ്പായ നല്ല ബന്ധങ്ങളും കിട്ടില്ല അല്ലെ? ക്വാളിറ്റി ടൈം ഏറ്റവും കൂടുതൽ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അയാളുടെ ബന്ധങ്ങൾ അയാളുടെ അടുത്തേക്ക് വരും. കാരണം നമ്മൾ ഇതിലിങ്ങനെ തൊട്ട് തോണ്ടി തലോടിക്കൊണ്ടിരിക്കുകയാണ്. നിരുത പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും കുറെ മനുഷ്യന്മാരെ നമുക്ക് തന്നത് ടു ബി ലവ്ഡ്, സ്നേഹിക്കുവാനാണ്. നമ്മുടെ കൂടെ കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ തന്നത് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാനാണ്. ഉപയോഗിച്ചിട്ട് അത് അവസാനിപ്പിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നേരെ തിരിച്ചാണ്. ഉപകരണങ്ങളാണ് സ്നേഹിക്കുന്നത്. എന്തായിരുന്നാലും മനുഷ്യന്മാർക്ക് നമ്മള് അവരെ ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കികളാണ്. ടു ബി യൂസ്ഡ് മനുഷ്യന്മാരാകുന്നു, ടു ബി ലവ്ഡ് ഉപകരണങ്ങളും ആകുന്നു. ഇത് ചെറിയ ദുരന്തമല്ല. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ഭംഗിയാവും കാര്യങ്ങൾ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് അറിയോ? തുടങ്ങാനുള്ളതുപോലെ അവസാനിപ്പിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നു. നമ്മളിത് ആരംഭിക്കാനൊരു സമയം ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ സമയത്ത് ഞാനിത് അവസാനിപ്പിക്കും എന്നുകൂടി ഒരു നിശ്ചയം ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് തുടങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവസാനിപ്പിക്കൽ അല്ലെ അനിയന്ത്രിതമായി നീണ്ടുപോവുക ചെയ്യും. പറഞ്ഞത് ഇതാണ്, ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞത് നമ്മുടെ ഔദാര്യം നല്ലത്, അത് അവരുടെ അവകാശമാണ്. അത് നമ്മുടെ മക്കളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഒക്കെ അവകാശമാണ് ക്വാളിറ്റി ടൈം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് പരിഹാരം? അദ്ദേഹം ആലോചിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഉമ്മ മരിച്ചുപോയി. നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വാപ്പയും മരിച്ചുപോയി. ആണോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലോണം പ്രാർത്ഥിക്കൂ, എന്നിട്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അതേ ഇത് പറയാനുള്ളത്. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം സഹാബികൾ ചോദിച്ചു, അതെന്താ ഒരുപാട് പാപങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഇങ്ങനെ ചവിട്ടുന്നിടത്ത് ചവിട്ടുന്ന സ്വഹാബിയാണ്. അത്രയേറെ റസൂലിന്റെ പ്രിയപ്പെട്ടവനാണ്. ആ സ്വഹാബി പറയാണ്, അതെന്താ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? നമ്മുടെ ഉമ്മനെ ഉപ്പനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിയും. ക്വാളിറ്റി ടൈമാണ്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഉമ്മകളെ തൊടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോവുക. ഇതൊക്കെയാണ് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ആഴത്തിൽ ആലോചിച്ചാൽ എന്താണ്? ഉമ്മാക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല സമയമാണ് അത്.